പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയുടെ വിചിന്തനം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമുക്ക് ജീവിതയാത്രയിൽ നമുക്ക് ഉള്ളവരും നമുക്ക് ഉണ്ട് എന്ന് കരുതുന്നവരുമൊക്കെയും ഒരു കുഴിമാടം വരെ എത്തത്തുള്ളൂ. തുടർന്നും നമ്മുടെ ജീവിതത്തിൽ കൂട്ടായിട്ട് വരുന്ന ഒന്നിനെപ്പറ്റി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആരെന്നെ ഭക്ഷിക്കുന്നോ അവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ ബന്ധുക്കളുണ്ടായിരിക്കാം, മിത്രങ്ങളുണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം, സഹോദരങ്ങളുണ്ടായിരിക്കാം. അവരൊക്കെയും നമ്മുടെ മരണത്തിന് ശേഷം ഒരു കല്ലറയോളം വരെ മാത്രമേ വരികയുള്ളൂ. തുടർന്ന് നമുക്കുള്ള കൂട്ട് എന്ന് പറയുന്നത് ഈ വിശുദ്ധമായ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയുടെ തിരുരക്തത്തിൻ്റെ ആദ്യത്തെ ഒരു അവതരണം നമ്മൾ കാണുന്നത് ഗെത്സമനിയിലാണ്. ഗാക്ഷമൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒലുകുരുവാട്ടുന്ന ചക്ക് എന്നുള്ളതാണ്. അവിടെ കർത്താവ് മണ്ണിനെ ചുംബിക്കുന്നു. മണ്ണിനെ ചുംബിക്കുന്നത് ഈ ഭൂമിയിൽ ശാപഗ്രസ്തമായ മനുഷ്യൻ്റെ പാവക്കറകൾ വീണ മണ്ണിനെ അവൻ ചുംബിക്കുന്നു. ആ മണ്ണിനെ ചുംബിക്കുമ്പോൾ അവൻ്റെ വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളികളായി പതിക്കുകയാണ്. വിയർപ്പ് തുള്ളികൾ എന്ന് പറയുന്നത് ആദത്തിന് കൊടുത്ത ശിക്ഷയാണ്. നെറ്റിയിലെ വിയർപ്പ്, ആ നെറ്റിയിലെ വിയർപ്പ് മണ്ണിലേക്ക് വീണ് മണ്ണ് ശാപഗ്രസ്തമായെങ്കിൽ രണ്ടാമത്തെ ആദമായ കർത്താവ് ആ വിയർപ്പുള്ളികളെ തൻ്റെ ചോരത്തുള്ളികളാക്കി മാറ്റുകയാണ്. നിൻ്റെ പാവങ്ങളെ എൻ്റെ ചോരയാക്കി മാറ്റി നിനക്ക് വിമോചനം നൽകുന്നവനാണ് ഞാൻ എന്ന് ദൈവം നമുക്ക് വ്യക്തമാക്കുകയാണ്. അവൻ നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്താലല്ല, മറിച്ച് തൻ്റെ സ്വന്തം ജീവരക്തത്താലാണ്. സ്വന്തം ജീവരക്തം നമുക്കായി വിളമ്പുന്നവനാണവൻ. നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഗോകുൽത്തായി ചിന്തിയ രക്തത്താൽ എൻ്റെ കർത്താവെ എൻ്റെ പാപങ്ങളെ മായ്ക്കണമേ. ഗോകുൽത്തായി ചിന്തിയ തിരുരക്തത്താൽ എൻ്റെ കുടുംബത്തിൻ്റെ സങ്കടങ്ങളെ മായ്ക്കണമേ. ഗോകുൽത്തായി ചിന്തിയ രക്തത്താൽ എൻ്റെ കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങളോട് കരുണയായിരിക്കണമേ. നമുക്കൊരു 100 കൂട്ടം കാരണങ്ങൾ ഗോകുൽത്തായി ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതകളെപ്പറ്റി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഉണ്ട്. അവൻ നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെ രക്തത്താലല്ല, മറിച്ച് സ്വന്തം ജീവരക്തം തന്നാണ്. നമ്മൾ കാണുന്നുണ്ട് വേദപുസ്തകത്തിൽ ഈ കർത്താവിൻ്റെ വിശുദ്ധമായ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് അതിനു മുമ്പേ ഒരു നിഴലായിട്ട് ഒരു കാര്യം വരുന്നുണ്ട്. നിഴലായിട്ട് വരുന്ന പല കാര്യങ്ങളെയും പൊരുളാക്കി മാറ്റുന്നത് യേശുക്രിസ്തുവിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. പഴയ നിയമത്തിലെ നിഴലുകൾ അത്രയും കൂട്ടിച്ചേർത്ത് വായിച്ചെടുക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കടന്നില്ലെന്നത് പൊരുളായ ക്രിസ്തുവിലേക്കാണ്. നിയമങ്ങളുടെ പൂർത്തീകരണമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഒരു ആദ്യ ഭാവം കാണുന്നത് എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരുടെ വിശപ്പടക്കി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും തേടി എത്തുമ്പോൾ കർത്താവ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അവരോട് സംസാരിക്കുന്നത്. അവരോട് പറയുകയാണ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അപ്പത്തിനായിട്ട് അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. നശ്വരവും അനശ്വരവും തമ്മിലുള്ള വേറുകൃത്യം ദൈവനിമ്പരാൻ അവിടെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തരുന്നു. അപ്പോൾ അതാണ് നശ്വരം. ഞാൻ നശ്വരമായ ലോകത്തിൽ കപ്പയും ചോറും ഉന്തിക്കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയായിട്ട് എൻ്റെ ശരീരം മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവനിമ്പരാൻ ആ ഒരു തലത്തിൽ നിന്ന് മാറിയിട്ട് എന്നെ അനശ്വരതയിലേക്ക് ഉയർത്തുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. മണ്ണിൽ ഒരു കുഴിമാടത്തിനുള്ളിൽ അല്ലെ കുഴിക്കുള്ളിൽ ഏറ്റവും അവസാനം ചിതലിൻ്റെ അല്ലെങ്കിൽ പുഴുവിൻ്റെ തീറ്റയായി മാറുന്ന ഈ ശരീരത്തിൽ നിന്നും സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് വിമുക്തമായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്താണ്? ഭൂമിയിലായിരിക്കുമ്പോഴേ സ്വർഗത്തെ കണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിതയാത്രയിൽ ഭൂമിയിലെ പുഴുക്കൾ കഴിക്കേണ്ടതല്ല ഞാൻ ചിന്തിക്കേണ്ടത്, മറിച്ച് അനശ്വരമായി അപ്പത്തിലേക്കാണ് എൻ്റെ ജീവൻ ചേർന്ന് നിൽക്കേണ്ടത്, എൻ്റെ ജീവിതം ചേർന്ന് നിൽക്കേണ്ടത്. കുർബാനയിലേക്ക് ഒഴുകിയെത്തേണ്ടതാണ് എൻ്റെ ജീവിതം. അതായത് കുർബാന എന്ന് പറയുന്നത് കർത്താവ് പറയും, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എന്നുള്ളതാണ്. അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും സ്വീകരിക്കുന്ന നമ്മൾ ഓരോ സക്രാരികളായി മാറാനായിട്ടാണ് ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ആളുകൾ വളരെ വിവശരായിട്ട് മാറി. അവർ ശോഭിച്ചിട്ട് പറയുന്നു, നീ ദൈവമാണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ ഞങ്ങൾക്ക് കാണേണ്ട ഒരു അത്ഭുതമുണ്ട്. ഒന്ന്, ഞങ്ങളുടെ പിതാക്കന്മാരെയും ഞങ്ങളെയൊക്കെ സ്വാധീനിച്ച വലിയൊരു അത്ഭുതമുണ്ട്. ആ അത്ഭുതം എന്ന് പറഞ്ഞാൽ പുറപ്പാടാണ്. ആ പുറപ്പാടിൻ്റെ സംഭവത്തിൽ അവർ വിശന്ന് കരഞ്ഞപ്പോൾ അവരാരും ഭൂമിയിൽ വിതച്ചിട്ടല്ല, കൊയ്തിട്ടല്ല അവർ ഒന്നും നേടിയെടുത്തത്, മറിച്ച് അവർക്ക് വേണ്ടി ആകാശത്തു നിന്ന് ദൈവം വർഷിക്കുകയായിരുന്നു മന്ന എന്ന് പറയുന്ന ഭക്ഷണം. ഉടനെ ഈ ഒരു മന്നയുടെ കാഴ്ചപ്പാട് വന്നപ്പോൾ ഒരുപക്ഷെ കർത്താവ് ചിരിച്ചു കാണും. കാരണം ഈ മന്ന ഒരിക്കൽ പോലും ഇസ്രായേൽക്കാരുടെ ജീവിതയാത്രയിൽ ഈ അനശ്വരതമായിട്ടുള്ള സങ്കല്പങ്ങളിലേക്ക് ഉയരുവാൻ പര്യാപ്തമായി മാറിയില്ല. അവർ നശ്വരതയിൽ തന്നെ കറങ്ങുവാൻ മാത്രമേ ഉപയുക്തമായുള്ളൂ എന്നുള്ളതാണ് സത്യം.
അതെങ്ങനെയെന്ന് നമുക്കൊന്ന് വ്യക്തമാക്കി തരാം. അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയമായിരുന്നു. എല്ലിന് പറക്കാവുന്ന എല്ലുകളും ഒക്കെയുമായിട്ട് കഷ്ടിച്ച് ചലിക്കുവാൻ മാത്രം ആരോഗ്യമുണ്ടായിരുന്ന പാവപ്പെട്ട മനുഷ്യർ. ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഈ മന്ന കടന്നു വരുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 18:31 അവർ വലിയ ആനന്ദത്തോടെ ആ ഭക്ഷണത്തെ കാണുകയാണ്. നമുക്കറിയാം, വിശന്ന് വരഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന് അതിന് വലിയ മഹത്വം നമ്മൾ കാണും. കാരണം നമ്മൾ എന്ത് കൊതിക്കുന്നോ അത് ലഭിക്കുമ്പോൾ നമുക്കതിന് വലിയ ഒരു ആരാധനയോ വലിയൊരു സ്നേഹമോ ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് അവർ ദൈവത്തിൻ്റെ ആരാധനയെക്കാളുപരി അവർ കിട്ടിയ മന്നായുടെ വിശേഷണങ്ങളിലേക്കാണ് കടക്കുന്നത്. അത് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 18:31 പറയുന്നത്, ഇസ്രായേൽക്കാർ കർത്താവ് നൽകിയ ഭക്ഷണത്തെ മന്ന എന്ന് വിളിച്ചു. അത് കൊത്താമ്പാലരി പോലെയായിരുന്നു, വെളുത്തതും തേൻ ചേർത്തുവിട്ട അപ്പത്തിൻ്റെ രുചിയുള്ളതുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ യാത്ര നീളുകയാണ്. ഇവർക്കിങ്ങനെ മന്ന കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും അവരോട് നമ്മൾ ചോദിക്കുകയാണ്, തേനിൻ്റെ രുചിയായിരുന്നല്ലോ, കൊത്തമ്പാരിയുടെ ആകൃതിയായിരുന്നല്ലോ, ഇപ്പോൾ കിട്ടുന്ന മന്ന എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ സംഖ്യയുടെ പുസ്തകം 11:8 ആവുമ്പോൾ പറയുന്നത് എണ്ണ ചേർത്തി വിട്ട അപ്പത്തിൻ്റെ രുചിയാണ്. ഈ തേനിൻ്റെ ഗ്രേഡ് അങ്ങ് മാറിയിട്ട് എണ്ണയുടെ രുചിയായിട്ട് മാറി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സംഖ്യ 21:5 ആയപ്പോൾ അവർ പറയുന്നത് ഈ വിലകെട്ട അപ്പം നിന്ന് ഞങ്ങൾ മടുത്തു എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നശ്വരതയിൽ ഊന്നിയ മനുഷ്യസങ്കല്പങ്ങളുടെ മുമ്പിൽ അനശ്വരനായ ദൈവം നൽകിയതൊന്നും അവർക്ക് അനശ്വരതയിലേക്ക് ഉയർത്തുവാൻ പര്യാപ്തമായില്ല. മറിച്ച് നശ്വരതയെ തന്നെ കറങ്ങുവാനും ഏറ്റവും അവസാനം അതിനെ അവമതിക്കാനുമാണ് ഇടയാക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു കാലഘട്ടങ്ങളിൽ ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ചങ്കുപൊട്ടി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കരഞ്ഞ അനേകം മാതാപിതാക്കന്മാരുണ്ട്. അവരുടെ മുമ്പിൽ അവർക്കത് തേൻ പോലെയായിരുന്നു. വെളുത്തതും കൊത്തമ്പാരി തേൻ ചേർത്തി വിട്ട അപ്പത്തിൻ്റെ രുചി പോലെ അവരുടെ ജീവിതയാത്രയിൽ അവർക്ക് മുറിവ് പറ്റിയപ്പോഴൊക്കെ ഉണക്കുവാനായിട്ട് കടന്നു വന്ന തേൻ പോലെയായിരുന്നു അവർക്ക് വിശുദ്ധ കുർബാന. ഏത് സങ്കടങ്ങൾ വന്നാലും പൊട്ടിക്കരയാനായിട്ട് ഈ വിശുദ്ധ കുർബാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി വന്നാലും ചെന്ന് പറയാനായിട്ട് ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു. കട്ടിലിൽ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനായിട്ടുള്ളായിരുന്നു, ഒരൊറ്റ സങ്കടം മാത്രമേ പറയാനായിട്ടുള്ളായിരുന്നു. ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല, കുർബാന കാണാൻ പറ്റുന്നില്ല. ഇതങ്ങ് മാറി. കുറേ കാലം കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ജീവിതയാത്രയിൽ ദൈവം തമ്പുരാൻ സൗകര്യങ്ങൾ നൽകി. നമ്മൾ കൊതിച്ചതിൻ്റെയും വിധിച്ചതിൻ്റെയും ഒക്കെ 4 മടങ്ങ് നമ്മുടെ ഭവനങ്ങളിലേക്ക് ധനമായും ആസ്തിയായിട്ടും ഒക്കെ വന്നപ്പോഴേക്കും നമുക്ക് എണ്ണ ചേർത്തി വിട്ടും അപ്പം പോലെയായി. അതായത് ഒക്കുങ്കിപ്പോകാം, എണ്ണയിൽ പോയി ചവിട്ടി വഴുതുന്ന മനുഷ്യർ. അതായത് പള്ളിയിൽ പോയാലും കുഴപ്പമില്ല, പോയില്ലേലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല. ഇങ്ങനെ രീതിയിലേക്ക് നമ്മൾ മാറി. കുറേ കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു യങ്ങർ ജനറേഷൻ വരുമ്പോഴേക്കും അവർക്കിത് വിലകെട്ട അപ്പമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗ്ഗം എന്നും ഒരേപോലെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളൊരു കുർബാനയിലേക്ക് വളരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്ര ഓർക്കേണ്ടത് ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെല്ലാം നഷ്ടമായി. അതിന് പകരമായിട്ട് ഒന്നുമില്ല. ഈ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കണ്ണു തുറന്ന് ലോകത്തെ കണ്ടു. ഈ വൈകുന്നേരം നമ്മൾ കാണുമോയെന്ന് ആർക്കറിയാം? അതിനിടയിൽ നമ്മുടെ ആത്മാവിനെ ദൈവം വിളിച്ചാൽ നിൻ്റെ നിക്ഷേപം എവിടെയായിരിക്കും? നിൻ്റെ ഭവനം എവിടെയായിരിക്കും? നീ നേടിയത് എവിടെയായിരിക്കും? നീ നേടിയത് വിശുദ്ധ കുർബാനയെങ്കിൽ, തേടിയത് വിശുദ്ധ കുർബാനയെങ്കിൽ ആ തേടിയ വിശുദ്ധ കുർബാന നിന്നെ കൊണ്ടുവന്നെത്തിക്കുന്നത് യേശുക്രിസ്തുവിലേക്കായിരിക്കും. നീ ഒരു സക്രാരിയാണെന്ന് കർത്താവിനോട് വിശുദ്ധ കുർബാന പറയും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനന്യത കൈവരുന്നത്. സക്രാരിയാകാനായിട്ടുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഓരോ വിശുദ്ധ കുർബാനയും ഉൾക്കൊണ്ട് നമ്മുടെ നാവിൽ യേശുക്രിസ്തു ഉണ്ടായിരിക്കണം, നമ്മുടെ ചിന്തകളിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം, കാഴ്ചയിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം, കേൾവിയിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. ചങ്കിൻ്റെ താളം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കാറ്റിൽ പറക്കുന്ന ഈ ഗോതമ്പത്തിൽ കൊടുങ്കാറ്റിനെ അടക്കിയവനുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ സഹനങ്ങളുടെ മുഖങ്ങളിൽ ദൈവത്തിൻ്റെ കരതാറിൻ്റെ ആ മനോഹാരിത നമ്മൾ തിരിച്ചറിയുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്റെ പാപം ഏറ്റെടുക്കാനൊരു